അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇപ്പം ഞാൻ പോസ്റ്റേഴ്സിൽ പോയി വന്നതിന് ശേഷം ഇൻട്രോ പറയാണ്. എന്നും നമ്മൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് വീഡിയോയിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ളൂ, 3 മണിക്കായി വന്നപ്പോൾ. അപ്പോൾ ഡ്രസ്സൊന്നും മാറിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഇൻട്രോ പറയുക വെച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ചോറൊന്നും ഉണ്ടിട്ടില്ല, ജസ്റ്റ് വന്നേ ഉള്ളൂ. അപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ഇൻട്രോ പറയാൻ വിചാരിച്ചു. എന്താ ഇനി നമ്മൾ അടിപൊളി ടേസ്റ്റിലൊരു നെയ്ച്ചോറും ചിക്കൻ്റെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ തറവാട്ടിലൊരു പൂജ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതുവരെ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ചുമടിച്ചു. ഷിബുവേട്ടനാണ് ഉണ്ടാക്കണത്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇങ്ങനത്തെ ഒരു നെയ്ച്ചോറ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തിട്ട് തിന്നണേ. നെയ്ച്ചോറും അല്ല ബിരിയാണി അല്ല, ആ ഒരു പരുവത്തിലാണ് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് എന്താണെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ടേസ്റ്റ് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അതെടുത്ത് പറയണം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സാധാരണ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യല്. അപ്പോൾ ഇന്ന് മിക്കവാറും 7 മണിക്കാവട്ടെ വീഡിയോ. ടൈമൊന്നും ശരിക്കും പറഞ്ഞാൽ സെറ്റല്ല. ഇപ്പോൾ കുറേ 7 മണിക്ക് ഇടും, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഇടാൻ ഇവിടെ ഉച്ചയ്ക്ക് 2 മണിക്കാണുള്ളത്. പിന്നെ 2 മണിയാകുമ്പോൾ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ആയിട്ട് പിന്നെ വീണ്ടും 7 മണി. കറക്റ്റ് ടൈമൊക്കെ നമുക്ക് മോണിറ്റൈസേഷനൊക്കെ ആയി പൈസ ഇട്ടിടങ്ങട്ടെ, എന്നിട്ടൊരു കറക്റ്റ് ടൈമൊക്കെ വെച്ചിട്ട് അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതുവരെ ഇതേപോലെയൊക്കെ തന്നെ അങ്ങനെ പോവുക. ഇപ്പോൾ വല്ലാതെ ടെൻഷൻ അടിക്കില്ല, ഓവർ ടെൻഷൻ തലയിൽ വെക്കണമില്ല. കാരണം ഒരു ഒഴുക്കം മട്ടിൽ അങ്ങനെ പോവുകയാണ്. മറ്റേത് പറഞ്ഞാൽ കുറേ കാലം യൂട്യൂബ് കാരണം ഉറക്കം കളഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രം. ടെൻഷനില്ല, ടെൻഷൻ ഫ്രീ ആണ് ഇപ്പോൾ. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നേരെ വീഡിയോ കണ്ടേക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഗ്രാമ്പൂ, ഏലക്ക, കറുവപ്പട്ട, അത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നുള്ള നിലയ്ക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ നെയ്ച്ചോറിൻ്റെ അളവ് തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും അറിയണമല്ലോ നെയ്ച്ചോറൊക്കെ വയ്ക്കാൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇട്ട് കൊടുത്തത് എന്തൊക്കെയാണെന്നറിയോ? ചെറുതായി അരിഞ്ഞ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, അത്രയും സാധനങ്ങളാണ് കേട്ടോ ഗൈസ് പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു നെയ്ച്ചോറ് ഞാൻ ഫസ്റ്റാണ് തിന്നണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറും ചോറ് മാത്രമായിട്ട് നമുക്ക് തിന്നാൻ തോന്നും, കറിയൊന്നും ഒഴിക്കാതെ. അത്ര അടിപൊളിയാണ് കേട്ടോ ഗൈസ്. പൈനാപ്പിളും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ടുള്ള നെയ്ച്ചോറായിരുന്നു കേട്ടോ. അതാണ് ഞാനൊരു സ്പെഷ്യൽ നെയ്ച്ചോറ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം പിന്നെ നമുക്ക് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ അത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ദമ്മിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള നെയ്ച്ചോറ് റെഡിയാവും. കാണില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ ഗൈസ്. പ്രത്യേക വൈബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് കേട്ടോ. കാരണം എല്ലാവരും കൂടിയിട്ടാവുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഞങ്ങൾക്ക് എത്ര വർത്താനം പറഞ്ഞാലും തീരൂല. അങ്ങനെ അതെങ്ങനെയാണ് നിങ്ങളോട് പറയാന്നുള്ള അറിയില്ല. അത്ര അടിപൊളിയാണ്, അടിപൊളിയാണ് ഗൈസ്. ആരെങ്കിലും 1-2 മിസ്സിങ് ആണെങ്കിൽ ഭയങ്കര ടെൻഷനാട്ടോ ഞങ്ങൾക്ക്. പിന്നെന്താ പറയുക, അനിയന്മാർ ഏട്ടന്മാർക്ക് അവർക്കൊന്നും കൂടാൻ പറ്റിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നാട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് അടിച്ചു പൊളിക്കും. അതിപ്പോൾ ഞാൻ പറയില്ലേ, വിഷു ആണെങ്കിലും ഓണാണെങ്കിലും എന്ത് പ്രത്യേകിച്ച് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും തറവാട്ടിലാണ് കൂടുതൽ. അത് അടിപൊളിയൊരു സംഭവം തന്നെയാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. സെറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റേതായ വർത്താനവും കാര്യങ്ങളൊക്കെ ചെറിയ ഭാഗങ്ങളായിട്ട് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. നടുവത്തുനിന്ന് ഈ മണി ചിറമല്ലേ ഉഷ 4000 രൂപ ഉണ്ടാവില്ല പോലെ. മറ്റേ പറഞ്ഞാൽ മരുന്നിൻ്റെ ഒന്നും അറിയണ്ടേന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ അതാണ് ഇപ്പോൾ പൈസേൻ്റെ ബുദ്ധിമുട്ട്. ആണെങ്കിൽ ആരെങ്കിലും ഫോണിക്ക് വിളിച്ചോണ്ട് കേട്ടോ. എൻ്റെ ഫോൺ ഏതായാലും രാവിലെ തൊട്ട് ഞങ്ങളെല്ലാവരും അവിടെ ആവും കേട്ടോ. പിന്നെ കുറേ പണി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാടൊന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും
എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ രസമാണല്ലോ, പ്രത്യേകിച്ച് പണിയില്ലെങ്കിലും വർത്താനവും മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ മുറ്റം തളിക്കാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആകാൻ സമയത്ത് നമ്മൾ നെയ്ച്ചോറ് ചിക്കനൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊക്കെ അങ്ങനെ സെറ്റാക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു. ചട്ടിയല്ല, ഒരു ചെരുവൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും കൂട്ടത്തിൽ ചെറിയ ഉള്ളിയും കൂടി ചതച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. സാധാ ചിക്കൻ കറി, പിന്നെ അതേപോലെ തന്നെ നെയ്ച്ചോറ്, പിന്നെ നെയ്യപ്പം, പിന്നെ നമ്മൾ നാടൻ കോഴീനെ വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ വെട്ടി കഷ്ണങ്ങളൊക്കെ ആക്കിയതിന് ശേഷം കറി വയ്ക്കൽ. അപ്പോൾ അതൊക്കെ ഉണ്ട്. അതൊന്നും മുഴുവനായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 4 ദിവസമായിട്ടുള്ള വീഡിയോ ഉണ്ടാവും. പിന്നെ തിരക്കാകുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുത്തിട്ട് നിൽക്കാനും പറ്റില്ല. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ കുറച്ച് ഫ്രീ ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും ചതച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കണ്ടേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഇത്രയും പൊടികളാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി റെഡി കേട്ടോ. കുരുമുളക് പൊടി നമ്മൾ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കില്ല, ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വാങ്ങാൻ സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. ചിക്കൻ കറിയൊക്കെ എല്ലാവർക്കും വെക്കാൻ അറിയും, നെയ്ച്ചോറൊക്കെ. പക്ഷെ എന്നാലും ഞങ്ങൾ വെക്കുന്ന രീതി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ടെൻഷൻ ഫ്രീ ആണ്, യാതൊരു ടെൻഷനും ഇല്ല. ഓരോ വീഡിയോ എടുക്കും, അത് എഡിറ്റ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, അത്രേ ഉള്ളൂ. 1.5 വർഷത്തോളം ഇതിൻ്റെ പിന്നാലെ ടെൻഷൻ അടിച്ച് കൂടിയിട്ട് യാതൊരു കാര്യവും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു ടെൻഷനും ഇല്ല. എന്തായാലും നിർത്താതെ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പൈസ കിട്ടാനാകുമ്പോൾ കിട്ടട്ടെ അല്ലേ. അല്ലാതെ അപ്പോൾ കുറേ ടെൻഷൻ അടിച്ചതുകൊണ്ട് ഇതിന് നല്ല ഒന്നിനൊരു പരിഹാരം ആകില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വല്ലാതെ ടെൻഷൻ അടിക്കാൻ നിൽക്കലില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി വെള്ളം, കാരണം ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ്, എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഈ ഒരു ചിക്കൻ കറിയും പിന്നെ നാടൻ കോഴി എല്ലാം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളമൊന്നും ഒരുപാടാക്കി വെച്ചിട്ടില്ല. പിന്നെ ഫൈനലി ഇത് നമുക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇരുട്ടായും കൊണ്ട് ക്ലാരിറ്റിയൊക്കെ കുറച്ച് കുറവുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെ ചിക്കൻ കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒറ്റ പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുകൊണ്ടു, അടിപൊളിയാണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു നാടൻ കോഴിക്കറി ഉണ്ടാക്കണതൊന്നും ഞാൻ മുഴുവനായിട്ട് വീഡിയോ കാണിച്ചില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗം മാത്രം കാണിച്ചിട്ടുണ്ട്. ഒരു 8-9 മണിയൊക്കെ ആവും നമ്മൾ നാടൻ കോഴി വെട്ടി അതിൻ്റെ എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക്. പിന്നെ കുക്കറിലാണ് വേവിച്ചത് കേട്ടോ. കുക്കറിൽ വേവിച്ചതിന് ശേഷം വറവിട്ടെടുക്കുകയാണ് ചെയ്യുക. അത് വെറും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കും. പിന്നെ കുറച്ച് സവോളയല്ല ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അയക്കി ഒഴിക്കും. അങ്ങനെയുണ്ട് നാടൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിക്കൻ കറി, അതേപോലെ നാടൻ കോഴിക്കറിയാണ് ഈ കുക്കറിൽ വേവുന്നത്. പിന്നെ നെയ്യപ്പം, നെയ്ച്ചോറ്, സാദാ ചോറ്, മോരുകറി, തോരൻ, അങ്ങനെ പപ്പടം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.